അപ്പം ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് വിഹിതങ്ങൾ കൂടി വരുന്നു. അപ്പം അവരെ കറക്റ്റായിട്ടൊരു എയിം വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷം ശേഷം 10 വർഷം ശേഷം ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയിൽ വളരെയധികം ഒരു മൂന്നാമത്തെ പാർട്ടിയുടെ ശക്തി കയറി വരികയാണ്. ഈ ഒരു മാറ്റം ഇവര് ഇപ്പം സപ്പോസ് BJP പോലൊരു മൂന്നാമത് പാർട്ടി വന്നു കഴിയുമ്പോൾ അത് ബാധിക്കുക ഇടതുപക്ഷത്തെ ആയിരിക്കോ അതെയോ UDF ആയിരിക്കും? UDF ബാധിച്ചിട്ടുള്ളത് ദേശീയ തലത്തിലാണ്. സംസ്ഥാന തലത്തിൽ UDF ഭീഷണിയല്ല അല്ല. പക്ഷെ അവരിങ്ങനെ വോട്ട് വിഹിതം പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതൊക്കെ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ഉള്ള സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതങ്ങനെ വരുന്നുണ്ട്. അത് കൂടി വരുന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ സംസ്ഥാനത്തിന് വലിയ ഭീഷണിയൊന്നുമില്ല. ദേശീയ തലത്തിലാണ്, വടക്കേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് കോൺഗ്രസിനൊരു പാളിച്ച പറ്റിയത്. ഒരു തിരിച്ചുവരവ് ഇനി സാധ്യമാണോ അടുത്ത കോൺഗ്രസിന്? തീർച്ചയായിട്ടും അത് വരണം. എന്നാലേ ഈ നാടിന് രക്ഷയുള്ളൂ. പക്ഷേ പല തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. ഈ വോട്ട് ക്രമീകരിക്കണതിൽ അതൊക്കെ കുറേ തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ ഈ വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഇപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് വാർഡ് വിഭജനങ്ങൾ നടത്തി ജയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നോക്കി. പക്ഷേ നടന്നില്ല. എല്ലായിടത്തും UDF മേൽക്കൈ കിട്ടുന്ന രീതിയിലായിരുന്നു എന്നിട്ടും വന്നത്. എത്ര വാർഡ് വിഭജനം നടത്തിയാലും ആൾക്കാർക്ക് ഭരണത്തോടുള്ള വിദ്വേഷം ആൾക്കാർ വോട്ടിൽ പ്രകടിപ്പിച്ചു.